പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി പ്രാർത്ഥന ആ ഒരു പേരിന് ഞാനത് ചോദിക്കാണ് റാൻഡംലി. എന്റെ ജീവിതം ഞാൻ പൊതുവെ എന്നെ പഠിപ്പിക്കുന്നത് മൊത്തം ഈ പ്രകൃതിയാണ്. എന്റെ അനുഭവങ്ങളും ചുറ്റുപാടുകളും. പ്രകൃതി എന്ന് പേരിട്ടതിന്റെ പേരിൽ അവിടെ ആകെ വിഷയമാണ്. നിനക്കറിയാവോ ആങ്കൊച്ചാണെങ്കിൽ മനുഷ്യൻ എന്ന് പേരിടായിരുന്നു. എങ്ങനെ വിളിക്കും? മനുഷ്യാന്ന് വിളിച്ചേ. അല്ല, നീ മനുഷ്യാന്ന് വിളിച്ചേ. അത്രേ ഉള്ളൂ. മനുവെന്ന് വിളിച്ചോട്ടെ. മനുഷ്യൻ മനുഷ്യൻ ഇടി ഞാൻ ഈ പൊന്നുല്ലേ, പൊന്നുവിന് ഞാൻ പുഴാന്ന് പേരിടായിരുന്നു. വന്നടിയായിരുന്നു. ഫേസ്ബുക്കിലും പേരിട്ടു എന്റെ ഇളയ മകന്റെ പേര് പുഴ. അല്ല, ഫേസ്ബുക്കിൽ എനിക്ക് ആദ്യം അഗ്നി എന്നായിട്ടത്. പിന്നെ അഗ്നി കത്തി തീരും എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പം ആളി കത്തിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ശുദ്ധീകരിക്കുമെന്ന് അർത്ഥമുണ്ടെങ്കിലും ഞാൻ പിന്നീട് പുഴ എന്നൊക്കെ ഇട്ടത്. ഞാൻ എപ്പോഴാണ് അവള് പറഞ്ഞ പ്രാർത്ഥന. എന്നാ പിന്നെ വലിയ കുഴപ്പമില്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രകൃതിന്നും പ്രാർത്ഥന ഒരു പ്രാർത്ഥന പ്രാപ്രാസം വേണ്ടേ? മൂന്നാമത് എന്തായാലും ഉണ്ടാവും. പ്രകൃതി, പ്രാർത്ഥന, പ്രാന്തൻ. 5 വേണോന്നാ ചേച്ചി പറഞ്ഞത്. 5 പിള്ളേര്. 5 അല്ല, മൂന്നാമത് എന്തായാലും കാണും. പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീനാണല്ലോ ഞാൻ. ഓക്കെ, സോ എന്നെ വന്ന് ഇരുത്തിയില്ല ഈ സോഫയിലൊന്നും. എന്താ എന്നോട് ഇരിക്കാൻ പറയുന്നത്? ഓൾമോസ്റ്റ് മാച്ചിങ് ആ ഞാനും സോഫയും. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അങ്ങനൊന്നുമില്ല. മാസ്റ്റർ ഞാൻ ഇരുന്ന എവിടെ ഇരുന്നാലും അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു കണ്ണാടി, നൈസ് ഫുൾ ലെങ്ത് മിറർ അപ്പുറത്താ അല്ലേ? കിഡ്സ് ബെഡ്റൂമില് ഫുൾ ലെങ്ത്. ഫുൾ ലെങ്ത് മിറർ വെക്കണം. എനിക്ക് ടിവി കാണണം. ഓ, ഇവിടെ അപ്പൊ കട്ടിലേന്ന് എണീക്കാറില്ല. ചായ കുടിക്കാൻ പോലും വരാറില്ല. ഞാൻ ചായ ഇവിടെ കൊണ്ടുവെക്കണം. നമുക്കറിയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് കാണിച്ചു കൊടുക്കണ എങ്ങനെ ഇതാണ് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. തലാണ് എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നോണ്ട് ഈ ഒരു ചായ ഇങ്ങനെ കുടിക്കും. പൊസിഷൻ ഇതാണ്. ലക്ഷ്മി വെള്ളം, ടിവി കൂടെ വെച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ വേറൊരു പ്രോഗ്രാമിന് നമ്മൾ പോയപ്പം, നമ്മളല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പം അവിടെ അഖിലേട്ടനെ കിട്ടിയ ഒരു കടി കാണിച്ചാൽ ഇന്ന് ചേച്ചിയുടെ കരുതലാണ് ഒരു പാടുള്ളത്.